വണക്കം, നമസ്കാരം, സസ്രേക്കാൾ. ഞാൻ നിങ്ങളുടെ ഫൈൻഡർ. ഇതൊരു മോട്ടിവേഷൻ വീഡിയോ അല്ല. പല യൂട്യൂബ് വ്ളോഗർമാരും ഇപ്പം ചെയ്യുന്നൊരു പരിപാടിയാണ്. ഒട്ടും ഇണങ്ങാത്ത പട്ടികളെ അല്ലെങ്കിൽ നായ്ക്കളെ മെരുക്കിയെടുത്ത് അവരെ കൂടെ കൊണ്ടു കടന്ന് അരമണിക്കൂർ ചുറ്റി കളിച്ചൊരു വീഡിയോ കാണിച്ചിട്ട് ഇവൻ പുലിയാണ്, ഇവൻ്റെ അടുത്ത് അവൻ ആരാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വീരവാദം അടിച്ച് അവരെ നായ്ക്കളെ മെരുക്കിയെടുത്ത് കൊണ്ടു നടക്കുന്ന വീഡിയോസ് പലപ്പോഴും യൂട്യൂബുകളിൽ കാണാറുണ്ട്. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരം നായ്ക്കള് ഒരു 2 കൊല്ലത്തിൽ കൂടുതൽ ജീവിക്കില്ല. ഒരു 70% ഓഫ് നായ്ക്കളും ഈ പറഞ്ഞ പോലെ മരിച്ചു പോവും 2 കൊല്ലത്തിനുള്ളിൽ. ഇതൊരു പക്ക സ്കാമാണ്. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തായ്ലൻഡിലെ പല ഷോകളിലും ഒട്ടും ഇണങ്ങാത്തൊരു ജീവിവർഗമാണ് കോഴി. വളരെ കുറച്ച് കമാൻഡ്സ്, അത് തീറ്റ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ പറഞ്ഞാൽ പോകും, അല്ലെങ്കിൽ കൂട്ടി കയറാൻ പറഞ്ഞാൽ കൂട്ടി കയറി. ഇതിനപ്പുറത്തോട്ട് അത് നമ്മളെ സ്നേഹിക്കാനോ ഒക്കെ പറയുന്നത് വളരെ കുറവാണ്. ഒട്ടും ഇണങ്ങാത്ത ജീവിവർഗമാണ് മത്സ്യങ്ങൾ. ഡോൾഫിൻ കുറച്ച് ഇണങ്ങുമെങ്കിലും മനുഷ്യരോട് അത്രയധികം താല്പര്യമൊന്നും കാണിക്കില്ല. അതിൻ്റെ ഇണകളോട് മാത്രമേ അത് ഇണങ്ങി ജീവിക്കുകയുള്ളൂ. അതിനെയും ഇണക്കി ജീവിക്കുന്നു. ഇണക്കി വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കമാൻഡോടുകൂടി ഇത് ചെയ്യുന്നു, വാലാട്ടുന്നു, ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടോ? തായ്ലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആനകളെ പോലെയല്ല. വളരെ സ്നേഹത്തോടുകൂടി അവർ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, തലകുത്തി മറിയുന്നു, എന്ത് കാര്യം പറഞ്ഞാലും അവർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇരിക്കുന്നു. അവരുടെ കയ്യിൽ ഒരു വടി പോലും ഉണ്ടാവില്ല. വണ്ടറിങ് ആണ്. ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ പോയപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ നോക്കിയായിരുന്നു. പിന്നെ രണ്ടാമത് ഫുക്കറ്റ് പോയപ്പോഴും ഞാൻ ഇത് തന്നെ ചിന്തിച്ചു. ഇത് സത്യത്തിൽ പറഞ്ഞ ഒരു സ്കാമാണ്. ഇതൊരു ചെടിയിൽ നിന്നെടുക്കുന്ന ഒരു ഡ്രഗാണ്. അതിനെപ്പറ്റി ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണുക. പറ്റാവുന്ന മാക്സിമം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ കുഞ്ഞോമനകൾ, അതായത് നമ്മൾ വളരെ ഇതായിട്ട് വളർത്തുന്ന നായ്ക്കളും വളരെ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന പക്ഷികൾ, അങ്ങനെയുള്ള ജന്തുവർഗ്ഗങ്ങളെ ഈ പറഞ്ഞ പോലെ നമ്മൾ കൊല്ലാൻ കൊടുക്കണോ? അതിൻ്റെ ആവശ്യമില്ല. ഈ വീഡിയോ കണ്ടിട്ട് അന്ന് എൻ്റെ പട്ടീനെ ഒന്ന് മെരുക്കി കാണിച്ച ഭയങ്കര അഗ്രസീവാണ്. ഈ പറഞ്ഞ പോലെ കടിച്ച് കീറിക്കളയും. പുറത്തുനിന്ന് ഒരാൾ വന്നാൽ കയറ്റൂല, കുറച്ച് പണ്ടാരടക്കി കയറ്റി കളയും എന്നൊക്കെ പറയുമ്പോൾ അവൻ പോയി നിസ്സാരമായിട്ട് മെരുക്കിയെടുത്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ മെരുക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുവരും. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പരിചയമില്ലാത്ത ഒരാളോട് ഒരിക്കലും ഒരു നായ ഇണങ്ങില്ല, അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കാൻ തയ്യാറാവില്ല. ഒരു തായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റും. ആടുകൾ വരെ അവരുടെ ഷോയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആടുകൾ യൂസ് ചെയ്യുന്നുണ്ട്, കോഴി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷികൾ വളരെ കുറവാണ്. എങ്കിൽ പോലും പക്ഷികൾ തത്തമ്മയൊക്കെ ഇണങ്ങും, എങ്കിൽ പോലും ഒരു പരിധി വരെയൊക്കെ അത് ഇണങ്ങാത്തൊരു ജീവിയാണ്. ഇത് ഒരു സിന്തറ്റിക് ഡ്രഗാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് സൗത്ത് അമേരിക്കയിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേക ഒരു പൂവാണത്. ആ പൂവിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഡ്രഗാണ് സ്കോപ്പോലാമൈൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ്. സ്കോപ്പോലാമൈൻ നിങ്ങൾക്കത് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാം. ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും അതുപോലെ ഷെഡ്യൂൾഡ് H കാറ്റഗറി പെടുന്ന ഒരു ഡ്രഗാണ് സ്കോപ്പോലാമൈൻ. ഇത് നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു അടുത്ത കാലത്ത് മന്ത്രവാദികൾ ഈ പറഞ്ഞ പോലെ ആളെ മയക്കി ഹിപ്നോട്ടൈസ് ചെയ്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ, അയാളുടെ പാസ്റ്റൊക്കെ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. ഈവിൾ ഡ്രഗ് എന്നുകൂടെ, ഡെവിൾ ഡ്രഗ്സ് എന്നുകൂടെ അതിന് പേരുണ്ട്. അവര് വളരെ ഇതായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവരുടെ നെറ്റിയിലേക്ക് കൈവയ്ക്കുന്നു. നെറ്റിയിലേക്ക് ഈ ഭസ്മം പോലത്തെ പൊടി നേരെ തേങ്ങി, ഇത് പൊടി രൂപത്തിലാണ് കിട്ടുന്നത്. അത് വെള്ളത്തിൽ യൂസ് ചെയ്യാം. ഇത് മണക്കാൻ പറ്റും, സ്മെല്ലുള്ളതാണ്. ഇത് മണത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആരെ കാണുന്നു അവരുടെ കൺട്രോളിലായിരിക്കും. അടിമകളാക്കാൻ പറ്റും ഈ പറഞ്ഞ ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് വളരെ ഇന്ത്യയിലൊക്കെ ബാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഹൈ കാറ്റഗറിയിലുള്ളതാണ്. ഇത് യൂസ് ചെയ്യുന്നത് പേപ്പട്ടിയായിട്ടുള്ള വിഷത്തിൽ നിൽക്കുന്ന ആൾ അത്രയ്ക്ക് ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ ആളെ കൺട്രോളിലാക്കി അടക്കി നിർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഈ പറഞ്ഞ സംഭവം. ഇത് വളരെ മൈന്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബേഴ്സ് ചെയ്യുന്ന വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അയാൾ കൈ കൊണ്ടാണ് ഈ പറഞ്ഞ നായ്ക്കട മൂക്കിൻ്റെ അടുത്തേക്ക് വെച്ചേക്കും, പിന്നെ പയ്യെ തലോടാൻ ശ്രമിക്കും, നെറ്റിയിലേക്ക് കൊണ്ടുവന്ന് ഈ സാധനം കൈവയ്ക്കും. ഈ കയ്യിൽ ഈ പൊടി ദ്രവരൂപത്തിൽ കയ്യിൽ മിക്സ് ചെയ്തിട്ടായിരിക്കും ഇവരൊരിക്കലും ആ കൈ കൊണ്ട് അവരെ മൂക്കിൽ തൊടാനോ അല്ലെങ്കിൽ തലയിൽ തൊടാനോ ശ്രമിക്കില്ല. പിന്നെ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ
വെള്ളത്തിലല്ല വാഷ് ചെയ്യുന്നത്. ഇവർ ആൽക്കലൈൻ യൂസ് ചെയ്ത ഫോർമുല വെച്ചിട്ടായിരിക്കും കയ്യിൽ വാഷ് ചെയ്യണം. അവർ പറയും ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കൈ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇത് സാനിറ്റൈസർ ഒന്നല്ല അവർ യൂസ് ചെയ്യുന്നത്, ആൽക്കലൈൻ യൂസ് ചെയ്തിട്ടാണ് ഈ സാധനം കൈ കഴുകുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡ്രഗാണ്. നമ്മുടെ മനുഷ്യൻ്റെ നെർവസ് സിസ്റ്റത്തെയാണ് ഇത് ബാധിക്കുന്നത്. നായ്ക്കളിലാണെങ്കിലും നെർവസ് സിസ്റ്റത്തെ ഇത് ബാധിക്കും. നെറ്റിയിലേക്കായിരിക്കും ഇത് അപ്ലൈ ചെയ്യുക. ഇത് അതിൻ്റെ സുഷിരങ്ങളിലൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇത് നെർവസ് സിസ്റ്റം ഡൗൺ ആവുകയും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ കമാൻഡുകൾ അനുസരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് ആദ്യം കള്ളന്മാരാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. തൻ്റെ പറഞ്ഞ പോലെ ഇതിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ ഒരുപാടുണ്ട്. നിങ്ങൾ സ്കോപ്പോലാമൈൻ ഡ്രഗ് അൺയൂസ്ഡ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദയവ് ചെയ്ത് നിങ്ങളത് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യരുത്. അവൻ പുലിയാണ്, മറ്റവൻ മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതാണ് ഡ്രഗ്. പല മന്ത്രവാദികൾ അത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇല്ലീഗലായിട്ട്. തായ്ലൻഡിലൊക്കെ ഇത് അവൈലബിൾ ആണ്, കോമൺലി അവൈലബിൾ ആണ്. ഈ പറഞ്ഞ മൃഗശാലകളിലും ഈ പറഞ്ഞ ഇതിലൊക്കെ അവിടുന്ന് അവർ നിസാരം, അതായത് നല്ലൊരു എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അവർ നിസാര പൈസയ്ക്ക് ഇതൊക്കെ കിട്ടും. അവിടെ 100 ബാത്ത് ഉള്ളൂ അതിൻ്റെ ഒരു 10 ഗ്രാമിൻ്റെ പാക്കിന്. ഞാൻ വ്യക്തമായിട്ട് അതൊക്കെ ഞാൻ അന്വേഷിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളത് ഇല്ലീഗലായിട്ട് നമ്മുടെ കേരളത്തിലും എത്തിയിരിക്കുകയാണ്. എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഞാൻ ആരെയും മെൻഷൻ ചെയ്യാനോ ടാഗ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നില്ല. അറിയാവുന്നവർ ഇത് കമൻറ്റ് ചെയ്യുകയും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുകൊണ്ടിട്ട് ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നമ്മുടെ പൊന്നോമനകളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കും. ഈ ഡ്രഗ്സ് ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും യൂസ് ചെയ്യാം. ബാങ്ക് റോബറി മുതൽ ഒരാളുടെ കാര്യങ്ങൾ വരെ എന്ത് കാര്യം വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റും. പിന്നെ അയാൾ ഒരു ദിവസം കഴിയുമ്പോൾ അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് കാര്യമായ ഓർമ്മ പോലും ഉണ്ടാവില്ല. ഈ പറഞ്ഞ സ്കാം ചെയ്ത ആളുടെ മനസ്സിൽ പോലും ഉണ്ടാവില്ല. നായ്ക്കൾക്കും അത് തന്നെ സംഭവിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം വരുമ്പോൾ അവൻ്റെ പഴയ ഓർമ്മ തിരിച്ചു കിട്ടുകയും ഈ പറഞ്ഞ പോലെ ആ സംഭവിച്ച സമയത്തുള്ള കാര്യങ്ങൾ മാഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സ്കാമാണ്. എല്ലാവരും അത് വളരെ ശ്രദ്ധിച്ചത് ഹാൻഡിൽ ചെയ്യണം. ഒരിക്കലും ഇങ്ങനത്തെ യൂട്യൂബ് വീഡിയോകളെ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫേസ്ബുക്ക് വീഡിയോകളെ ഷെയർ ചെയ്യുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യരുത്. ഇതൊരു അഭ്യർത്ഥനയായിട്ട് കണക്കാക്കുക. ഞാൻ പറഞ്ഞ ഡ്രഗിൻ്റെ പേര് എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് നുണയാണോ സത്യമാണോ എന്നുള്ളത് നിങ്ങൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലും സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. വ്യക്തമായി പറയാം, സ്കോപ്പോലാമൈൻ, SCOPOLAMINE, സ്കോപ്പോലാമൈൻ എന്ന് പറഞ്ഞ ഡ്രഗാണ്. ഇത് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രഗാണ്. ഇത് ആരും യൂസ് ചെയ്യരുത് ഒരു കാരണവശാലും. കിട്ടിയ വളരെ എമൗണ്ട് കൊടുത്ത് കേരളത്തിലൊക്കെ അവൈലബിൾ ആണ്. 10,000 രൂപ കൊടുത്ത് 1 ഗ്രാം വാങ്ങിച്ചു കഴിഞ്ഞാലും അയാൾക്ക് അതൊരു 20-30 പ്രാവശ്യം അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവന് കിട്ടുന്ന യൂട്യൂബ് ഇൻകം, അതായത് കള്ളത്തരം വാങ്ങിച്ച് കിട്ടുന്ന പൈസ ഒരിക്കലും മനുഷ്യന് വേവില്ല. ഒരാളെ കൊന്നു തിന്നുന്ന കാശിന് തുല്യമാണ് ഇതൊക്കെ. അതുകൊണ്ട് എല്ലാവരും ഇതിന് അവെയർ ആയിട്ടിരിക്കുക. പറ്റാവുന്ന മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ മോട്ടിഫൈൻഡർ ചാനലാണ്, അതായത് മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യുന്ന ചാനലാണെങ്കിൽ പോലും ഇത് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കണം. നമ്മൾ ഒരിക്കലും ഒരു ചതിയിൽ പെട്ട് പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. പണം ഉണ്ടാക്കാൻ ഏത് വഴിയും സ്വീകരിക്കുക എന്നുള്ള ഒരു കോമൺ തോട്ടാണ് ഇതിനകത്ത് വ്യക്തമായി ഇത് കാണുന്നത്. ഇത് ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തും ഇതേപോലെ ഒരു സംഭവിക്കുകയും ചെയ്തു. ആ പട്ടിക്ക് അതിനുശേഷം റിക്കവർ ആവാൻ പറ്റിയിട്ടില്ല. പട്ടി ആരോടും ഇണങ്ങാത്ത അവസ്ഥയിലായിപ്പോയി. ഇത് തായ്ലൻഡിൽ അതൊരു വാണിജ്യപരമായിട്ട് അവർക്ക് പെർമിറ്റഡ് ആണ്. പക്ഷെ അതുകൊണ്ട് അവരത് യൂസ് ചെയ്ത് ഈ പറഞ്ഞ ആനകളെ വരെ ഇത്ര രീതിയിൽ മെരുക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യൻ ആനകൾ അവർ മെരുക്കുന്നില്ല? ഇന്ത്യൻ ആനകൾ അവിടെ കൊണ്ടുവരുന്നത്. ഇന്ത്യൻ ആനകൾക്ക് അതിൻ്റെ വളരെ ലാർജ് ക്വാണ്ടിറ്റി യൂസ് ചെയ്യേണ്ടി വരും ഇത് മെരുക്കാൻ വേണ്ടിയിട്ട്. ഇത് അനസ്തെറ്റിക്കായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതായത് വേദന അറിയാതിരിക്കാൻ. വേദന അറിയും, പക്ഷെ പുറമേ പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാരണം അടിമത്തം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഇത് കടന്നു ചെല്ലും. ഇത് ഞാൻ പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഇത് ഇല്ലീഗലാണെങ്കിൽ പോലും ഞാനിതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കണക്കാക്കുന്നതിന് പോലും എല്ലാവർക്കും ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഞാൻ പറയുന്നത് വളരെ എന്താ പറയുക, നമ്മളെ സ്നേഹിക്കുന്നവരെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പെറ്റാണെങ്കിലും അതൊരു ജീവനാണ്. 2 കൊല്ലത്തിനുള്ളിൽ ഇത് ചത്തുപോകും ഉറപ്പാണ്. വളരെ 30% ആണ് അതിൻ്റെ സർവൈവൽ ഇതെന്നുള്ളത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സോ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ സ്കാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഒരു വീഡിയോയിലും കൂടെ ഞാൻ ചെയ്യും. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പൊന്നോമനകളെ നമുക്ക് നഷ്ടപ്പെടും. സോ ഇങ്ങനെയുള്ളവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും മാക്സിമം ട്രൈ ചെയ്യുക. പറ്റുമെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരെ നിങ്ങളും കൂടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അയാൾ ചെയ്യുന്നത് കയ്യിൽ വേറെ ഒരാളെയും അയാൾ തൊടൂല. മൊബൈലിൽ പോലും ഇടത്തെ കയ്യിലായിരിക്കും അയാൾ വയ്ക്കുക, വലത്തെ കൈ യൂസ് ചെയ്യില്ല. വലത്തെ കൈ കൊണ്ട് അയാളെ പൊന്നോമനെ തൊടാനേ ശ്രമിക്കുകയുള്ളൂ.
ഇത് നിങ്ങൾ നോക്കുക, ഇതൊരു വലിയൊരു സ്കാമാണ്. മജീഷ്യന്മാർ പോലും ഇത് യൂസ് ചെയ്യാറില്ല, മെൻ്റലിസ്റ്റുകൾ പോലും ഇത് യൂസ് ചെയ്യാറില്ല. അവരെ ഒന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളത് ബിവെയർ ആയിട്ടിരിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇതുപോലത്തെ വീഡിയോകൾ ഇനി പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇതൊരു സ്കാമാണെന്ന് അറിഞ്ഞുകൊണ്ട് വളരെ ആർക്കും അറിയാത്തൊരു കാര്യമായതുകൊണ്ടും മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ മോട്ടി ഫൈൻഡർ. ബൈ.